ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നേ യൂട്യൂബിൽ. 20 വയസ്സായ അവിവാഹിത ഇങ്ങനെ പ്രസവിച്ചിട്ട് കൊച്ചിനെ ഇങ്ങനെ കൊന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് വിഷമം തോന്നി. സത്യം പറഞ്ഞാൽ ഇപ്പം അതൊരു എന്തോ ട്രെൻഡ് പോലെ എല്ലാവരും വെച്ച് നടത്തുന്ന സംഭവമാണ്. കാരണം അവർക്ക് ആ കൊച്ചിനെ സമൂഹത്തിൽ വളർത്താനൊരു ധൈര്യം ഇല്ലാതെ പോയിട്ടായിരിക്കാം ചിലപ്പോൾ അവർ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞത്. അവരടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെ കാമുകനോടത്ത് പോയപ്പോഴത്തേക്കും നിങ്ങൾക്ക് ധൈര്യത്തിന് കുറവില്ലായിരുന്നു. അത് ലാസ്റ്റ് ഗർഭിണി ആയപ്പോഴത്തേക്കും നിങ്ങൾക്കതിനൊരു ധൈര്യക്കുറവുണ്ടായില്ല. ആ കുഞ്ഞിനെ ഒരു 8 മാസം അല്ലെങ്കിൽ 9 മാസം അതിനെ ആരും അറിയാണ്ട് അതിനെ വയറ്റിൽ ചുമന്ന് നടന്നപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ധൈര്യക്കുറവ് ഉണ്ടായില്ല. അതിനെ ആരും അറിയാതെ പ്രസവിച്ചപ്പോഴും നിങ്ങൾക്കൊരു ധൈര്യക്കുറവുണ്ടായില്ല. അതിനെ ഭൂമി പോലും ഒരു നിമിഷം പോലും അതിന് ഭൂമിയിൽ ജീവിക്കാൻ ഒരു അവസരം കൊടുക്കാണ്ട് നിങ്ങൾ അതിനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടും നിങ്ങൾക്ക് ആ ഒരു ധൈര്യക്കുറവുണ്ടായില്ല. പക്ഷെ ഈ സമൂഹത്തിൽ എല്ലാവരും മുമ്പേ വളർത്താൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ധൈര്യം ഇല്ലാതെ പോയി എന്ന് ഞാൻ സത്യം പറയാൻ എനിക്കത് മനസ്സിൽ ഒരുപാട് വിഷമം തോന്നി. കാരണം ഒരുപാട് സ്ത്രീകൾ ഇതേപോലെ കാമുകന് വേണ്ടിയായിരുന്നാലും എന്തെങ്കിലും പ്രശ്നത്തിനായിരുന്നാലും എന്തോ ആയിക്കോട്ടെ, എന്തിനായിരുന്നാലും നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞതിൽ നിങ്ങൾക്ക് കൊല്ലാൻ നേരത്തെ ഒരു ധൈര്യക്കുറവ് ഉണ്ടായില്ലല്ലേ. ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. അതിനെ കൊല്ലാനായിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അതിനെ എല്ലാവരും മുമ്പ് വെല്ലുവിളിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് എന്തേ ധൈര്യം ഇല്ലാതെ പോയി. അത് അങ്ങനെയുള്ളവർ എന്തെല്ലാം ഇപ്പം ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം ഈ കൊറ്റി ഉണ്ടാവാതിരിക്കാൻ എന്തെല്ലാം വഴികളുണ്ട്. നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തുകൂടായിരുന്നോ? അല്ല, നിങ്ങൾക്ക് ആ കുഞ്ഞ് ഗർഭിണിയായി പ്രസവിച്ചു, ആരും അറിയാതെ പ്രസവിച്ചു, ഓക്കെ. പക്ഷെ നിങ്ങൾ വെല്ലുവിളിച്ച് ജീവിക്കണമായിരുന്നു ആ കുഞ്ഞിനെയും കൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു പേര് കിട്ടിയതിനായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കണ്ണിക്കണ്ണൻ്റെ കൂടെ പോയി ഉണ്ടാക്കിയെന്നുമായി, ആ സ്വന്തം കുഞ്ഞിനെ കൊന്നെന്നും ഒരു പേരായി അല്ലേ. ഇനി നിങ്ങൾ ആരടുത്ത് പോയി ജീവിക്കും? ഈ കാമുകന് വേണ്ടി ഈ കൊച്ചുങ്ങളെയൊക്കെ കൊല്ലുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ ചിലപ്പോൾ കാമുകൻ്റെ കൂടെ ജീവിക്കാനായിരിക്കും ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. പക്ഷെ ഇപ്പം കാമുകനുണ്ടോ, കൊച്ചുണ്ടോ, സ്വന്തക്കാരുണ്ടോ? ഇപ്പം ജയിൽ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ പേരുദോഷവും. എല്ലാവരും ചിന്തിച്ച് കണ്ട് ജീവിക്കാൻ നോക്കുക. കാരണം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് നൊന്ത് പ്രസവിച്ച കൊച്ചായിരുന്നാലും നമുക്കൊക്കെ ഒരു കാര്യമുണ്ട്. നമ്മളെ കുഞ്ഞ് ഇപ്പം എൻ്റെ കാര്യം തന്നെ വെച്ച് നോക്കാം. എൻ്റെ കുഞ്ഞിന് 6 മാസത്തിൽ പറഞ്ഞതാണ് ആ 1 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കത്തുള്ളൂ, കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കുറേ കാലമൊന്നും ജീവിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും 1% ചാൻസ് നമുക്ക് ചിലപ്പം അവനെ ഒരു 3-4 വയസ്സ് വരെയെങ്കിലും നമുക്ക് നമ്മളെ കൂടെ കിട്ടും എന്നുള്ളത് കൊണ്ട് നമ്മളെ സർവസ്വവും കൊടുത്താണ് നമ്മൾ മോനെ ചികിത്സിച്ചത്. പക്ഷെ ദൈവം നമുക്ക് തന്നില്ല. എത്രയോ പേര് കുട്ടികളില്ലാണ്ട്, എത്രയോ പേര് എനിക്കറിയാവുന്ന തന്നെ ഇഷ്ടം പോലെ പേര്, ഒരു 40-50 വയസ്സുള്ളവർ വരെ ഇപ്പോഴും കുഞ്ഞിന് വേണ്ടി അവർ നേരാത്ത നേർച്ചകളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ദൈവം എന്താന്തോ കുട്ടികളെ കൊടുക്കാത്തത്. ഇങ്ങനെയൊക്കെ ഉള്ള എന്ന് വെച്ചാൽ മക്കളോടൊരു സ്നേഹം ഇല്ലാത്തവർക്ക് മാത്രമാണ് ദൈവം ചെല്ലുമ്പോൾ തന്നെ അങ്ങ് കോരിയങ്ങ് കൊടുക്കുകയാണ്. എന്തിനാണ്? കൊന്നു കളയാനായിട്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ദൈവത്തിനോടോളം നമുക്കൊരു വിശ്വാസം ഇല്ലാത്തതാണ് കാവ്യാണ്. കാരണം ദൈവം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ അവർക്ക് കുഞ്ഞിനെ കൊടുക്കുന്നത്, കൊല്ലാനായിട്ട്. ഒരിക്കലും എന്ത് കാരണമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ എല്ലാവരും പറയും അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഈ സിറ്റുവേഷൻ ആരാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്? ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ ആരാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്? ഞാൻ തന്നെയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. മനസ്സിലായി? ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചത് അവർ തന്നെയാണ്. എന്നിട്ട് ആ കുഞ്ഞിനെ കൂടെ കൊല്ലുമ്പോഴത്തേക്കും അവർക്ക് എന്തോ കിട്ടുന്നേ,
സമാധാനം കിട്ടുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ആ, കാമുകനായിരുന്നാലും സ്വന്തക്കാരായിരുന്നാലും അവരവിടെ കാണുമോ? ഒറ്റപ്പെടുകയല്ലേ ചെയ്യുന്നത് അവിടെ. ചിലപ്പോൾ അവർക്ക് ഈ സമയത്ത് ഈ ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ ആരും അറിയാതെ പ്രസവിച്ച് ആ ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ ആരും കൂടെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ ആ കുഞ്ഞിനെ നോക്കുന്നു എന്ന് ആൾക്കാർ കണ്ടാൽ, എന്ന് വെച്ചാൽ അവർക്ക് ആ കുഞ്ഞാണ് മെയിൻ എന്ന് കണ്ടാൽ ഈ ഇല്ലാതെ പോയ ആൾക്കാരെല്ലാവരും അവരെ കൂടെ കാണും. പക്ഷെ കൊന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അവരവിടെ കാണും. നിങ്ങൾ തന്നെ ചിന്തിക്കുക. എവളുമാർ കാമുകന്മാരുണ്ടെന്ന് പറഞ്ഞില്ല, എവളുമാർ പോയി ഉണ്ടാക്കിയതും അറിഞ്ഞില്ല. എവളെ വീട്ടുകാർ പിന്നെ എന്തിനു വലിക്കാനായിട്ടായിരുന്നത്. സ്വന്തം മോൾക്ക് അല്ലെങ്കിൽ സ്വന്തം മോൾ ഗർഭിണിയായി ഒരു 8 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ കാലയളവാണ്. ഒരു 8 മാസം അവൾക്ക് മെൻസസ് ആയില്ല. അത് വീട്ടിൽ അമ്മ ഒക്കെ ഉള്ളവർ അമ്മ ശ്രദ്ധിക്കൂല. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ മുഖം ഒന്ന് വാടിയാൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവും. ഇത് വയറും 8 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല വയറ്, നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വയറും ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടാലും ചോദിക്കുമായിരുന്നു. ഇതിനൊക്കെ വയറൊന്നും ഇല്ലായിരുന്ന ഇത്രയും 8 മാസം ഒരു കുഞ്ഞിനെയും കൊണ്ട് നടന്നിട്ട് ഇവക്കൊക്കെ പെയിൻ വന്നു, പ്രസവവേദന വന്നിട്ടും ഇവളൊക്കെ വീട്ടുകാർ അറിഞ്ഞില്ലേ? ആരും അറിഞ്ഞില്ലേ? സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഒരു ഗർഭിണി എന്ന് പറയുമ്പം നമുക്ക് ഛർദിൽ, നമുക്ക് ഓരോരോ ടെൻഡൻസികൾ ഒക്കെ ഉണ്ടാവുന്ന സമയമാണ്. ഈ ഒരു സമയമൊന്നും ഈ വീട്ടുകാർ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സത്യം ഇങ്ങനെയുള്ള വീട്ടുകാർ വേണം ആദ്യം പോയി തൂങ്ങിച്ചാവാൻ. സത്യം പറയാലോ, ഈ മക്കളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മക്കളെ കാര്യങ്ങൾ തിരക്കാനോ ഒരു ഇതിലും വെക്കാത്ത ഈ വീട്ടുകാർ വേണം, അവർക്ക് വേണം ആദ്യം ശിക്ഷ കൊടുക്കാൻ. കാരണം ഈ പെണ്ണുങ്ങൾ ഇതെനിക്ക് പോയതും ഗർഭിണിയായതും പ്രസവിച്ചതും ഒന്നും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് അവരെ കയ്യിലിരിപ്പാണ്. എന്ന് വെച്ചാൽ ഈ വീട്ടുകാരെ വളർത്തു ദോഷമാണ് അങ്ങനെ. കാരണം അവരങ്ങ് അഴിച്ചു വിട്ടേക്കുക. മനസ്സിലായില്ലേ? അഴിച്ചു വിട്ടതിൻ്റെ ഫലമാണ് ഇപ്പം നാട് മൊത്തം അറിഞ്ഞ് നാറിയത്. ഇനി വെളിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഉള്ളവളമാരെ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ പൊത്തി വയ്ക്കരുത്. എല്ലാവളുമാരെ ഇങ്ങനെയൊക്കെ ഉള്ളവളമാരെ ഫേസ് കാണിക്കുക തന്നെ വേണം. ഫേസും കാണിക്കണം, കുടുംബക്കാരെയും കാണിക്കണം, എല്ലാവരും നാറണം. അങ്ങനെ നാറുമ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ, ഇനി ഇങ്ങനെ ചെയ്യാൻ ഒരുത്തികളും തുനിഞ്ഞിറങ്ങരുത്. അയ്യോ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇവർക്ക് അതിൻ്റേതായ ശിക്ഷ കൊടുക്കണം. ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നുകളയണം. ഇപ്പം നമുക്ക് തന്നെ പണ്ട് ഈ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ കൊന്ന് ഭ്രൂണഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഇതാക്കിയില്ലേ? അതേപോലെ ഇങ്ങനെ ഈ കൊച്ചുങ്ങളെ കൊല്ലുന്നവളുമാർക്ക് നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ ഈ കോടതിയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് അത്രയും ക്രൂരമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. എന്നാലേ ഇനിയുള്ള ഓരോരുത്തരുമാരും ഒരു കുഞ്ഞുങ്ങളെയും കൊല്ലാതിരിക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കൊണ്ടിട്ട് തീറ്റയും കൊടുത്ത് പെരുത്തി കൊണ്ടുവന്ന് വെളിയിൽ ഇറക്കി വിട്ടാൽ അവൾമാർക്ക് കൊന്നാലും എന്തുവാ, ഒരു 2, 3, 4, 5 വർഷം കഴിയുമ്പോഴത്തേക്ക് വെളിയിറങ്ങി വീണ്ടും വേറെ അവനെങ്കിലും കെട്ടി ഇത് കണക്ക് കൊച്ചിനെ ഉണ്ടാക്കാന്നുള്ള ഇതെല്ലാം അവളമാരൊക്കെ മനസ്സിൽ തോന്നുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഇനിയെങ്കിലും ഒരു കൊച്ചുങ്ങളെ ഇതേപോലെ ഒരുത്തികളും കൊല്ലാനുള്ള ഇത് തരില്ല. അവളൊക്കെ പോണെങ്കിൽ പോട്ടെ, അവളൊക്കെ ഏവൻ്റെ കൂടെ പോട്ടെ. ആ കൊച്ചുങ്ങളെ സംരക്ഷിക്കാൻ അവരെ വീട്ടുകാരുണ്ടല്ലോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ടല്ലോ, അവർക്ക് ഏൽപ്പിച്ചിട്ട് പോട്ടെ. അവൾ പോണെങ്കിൽ അവൾ ആരുടെ പോട്ടെ, ഒരു വിഷയമില്ല. പക്ഷെ കൊച്ചുങ്ങളെ കൊല്ലരുത്. കൊച്ചുങ്ങളെ കൊന്നാൽ അതിൻ്റേതായ അത്രയും ഒരു എന്താ പറയുക, എനിക്ക് ദേഷ്യം വരുന്നത്. എന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ള ശിക്ഷ തന്നെ അവർക്കണം. ഈ നാട് മൊത്തം നാറ്റിച്ചിട്ടുള്ള ഒരു ശിക്ഷ വേണം അവൾക്ക് കൊടുക്കാൻ. എന്നാലേ അവളുമാരൊന്നും ഇതേ കണക്ക് ഇനി ഉള്ള അവളുമാരൊന്നും കുഞ്ഞുങ്ങളെ കൊല്ലാതിരിക്കൂ. കൊന്നു കഴിഞ്ഞാൽ അവളൊക്കെ വിചാരിക്കണം, കൊന്ന എൻ്റെ ജീവിതവും പോവും, എനിക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാവും എന്ന് വിചാരിക്കണം. അല്ലാതെ കൊന്ന ആ ഒരു സമയത്ത് ആ ഒരു ഇതേ ഉള്ളൂ, അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നൈസായിട്ട് നമുക്കങ്ങ് ഇറങ്ങാം എന്നുള്ള ഒരു ചിന്തയും ഒരുത്തേക്കും തോന്നരുത്. ഇത്രയേ ഉള്ളൂ.